ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഒരു കൊളാബറേഷൻ ഷൂട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. പെട്ടെന്ന് എനിക്കൊരു കോൾ വന്ന് അങ്ങനെ ഡിസൈഡ് ചെയ്തതാണ്. നമ്മുടെ കട്ട്സ് ആൻഡ് കേഴ്സിലാണ് നമ്മൾ പോകുന്നത്. ഒരു കെരാറ്റിൻ്റെ ക്ലാസ് ആണ് കേട്ടോ. സോ അതിൻ്റെ ഷൂട്ടാണ്. അപ്പോൾ റെഡിയായിട്ട് നിൽക്കുവാണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും. സോ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അങ്ങനെ പാർലറിലെത്തിയതിന് ശേഷം നമ്മുടെ ഹെയർ വാഷും കഴിഞ്ഞ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള ഓരോ പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കെരാറ്റിൻ്റെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഓരോ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ടിരുന്നു, അത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കരമനയുള്ള കട്ട്സ് ആൻഡ് കേഴ്സിലാണ് ഞാൻ പോയത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആൻഡ് ഷോർട്സ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ കെരാറ്റിൻ്റെ സ്റ്റെപ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇത് ഏതാണ്ട് ഫൈനൽ സ്റ്റേജായി. ക്രീം അപ്ലൈ ചെയ്ത് അയണിങ് ഒക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അടുത്ത ഹെയർ വാഷിന്. അങ്ങനെ ഹെയർ വാഷ് ചെയ്തിട്ട് പിന്നെ ഫൈനൽ ലുക്ക് സ്റ്റേജാണ് ഈ കാണുന്നത് കേട്ടോ. സോ ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ നിങ്ങൾക്ക്? ഹലോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്നലെ ആയിരുന്നു കൊളാബ് ഷൂട്ടും കാര്യമൊക്കെ. സോ ഇതാണ് നമ്മുടെ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക്. ബോട്ടോക്സ് കെരാറ്റിൻ ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിന് മുന്നത്തെ വ്ളോഗ്സ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ കരമനയുള്ള കട്ട്സ് ആൻഡ് കേഴ്സിലാണ് പോയിരുന്നത്. സോ എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? നിങ്ങളാണല്ലോ പറയേണ്ടത്. അപ്പോൾ കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ, എങ്ങനെയുണ്ട് ഈ ഒരു ന്യൂ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് ആക്ച്വലി ഇത് പൊതുവെയുള്ള കാര്യമില്ല. കാരണം ഞാൻ 5 years മുന്നെയാണ് സ്മൂത്തനിങ് ചെയ്തിരുന്നത്. ഐ തിങ്ക് എൻ്റെ PG ഒക്കെ പഠിക്കുന്ന സമയത്ത്, ഐ തിങ്ക് 5 to 6 years ബിഫോർ, ഐ തിങ്ക് കോവിഡിനൊക്കെ മുന്നേ. സോ എനിക്ക് അന്ന് ആക്ച്വലി ചെയ്യാനൊരു കൊതി തോന്നി ഞാൻ ചെയ്തതാണ്. ലൈക്ക് ഒരു ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഹെയർ ലാസ് അങ്ങനെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. സോ അങ്ങനെ ട്രൈ ചെയ്തതാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ കളറിങ്ങും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ഞാൻ ഇത്ര വർഷമായിട്ടും ചെയ്തില്ല. ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ചെയ്തത്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്തത് എനിക്ക് ആക്ച്വലി വൻ ഡിസാസ്റ്റർ ആയിരുന്നു. കാരണം സ്മൂത്തനിങ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഒത്തിരി ഹെയർ ഫോളും ഒത്തിരി ഡാൻഡ്രഫും കുറേ ഇഷ്യൂസ് വന്നു. അപ്പോൾ SK ടോക്സിൻ്റെ ഫസ്റ്റ് ഉള്ള വ്ളോഗ്സ് കണ്ടിട്ടുള്ളവർക്കറിയാം, അതിലെൻ്റെ ഹെയർ സ്മൂത്തൻ്റാണ്. അല്ലാണ്ട് പിക്സ് ഷെയർ ചെയ്യാനൊന്നും ഇല്ല. പിക്ചേഴ്സ് ഞാൻ ആ സമയത്ത് എടുത്തിട്ടുണ്ട്, പക്ഷേ അതെല്ലാം സെൽഫീസ് അല്ലെങ്കിൽ സോളോ പിക്സ് ഒന്നും ഇല്ല. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെയുള്ള പിക്സൊക്കെയാണ്, ഞാൻ അത് ഷെയർ ചെയ്യാതെ. സോ SK ടോക്സിൽ ഫസ്റ്റ് വീഡിയോസൊക്കെ എനിക്കൊന്ന് ആദ്യത്തെ ഒരു 3-4 വീഡിയോസ് എൻ്റെ സ്മൂത്തൻ്റെ ലുക്ക് തന്നെ. എനിക്ക് ആക്ച്വലി ഹിപ്പ് സൈസോളം ഉണ്ടായിരുന്നു ലെങ്ത്ത്, ഹെയർ ലെങ്ത്ത്. അപ്പോൾ ആദ്യം ഇതുപോലെ തന്നെയാണ് ആ ഒരു സ്ട്രൈറ്റ് ആൻഡ് ഫിനിഷ്ഡ് ലുക്ക് തന്നെ ആയിരുന്നു. പക്ഷേ കുറേ കഴിയുമ്പോഴത്തേക്കും ആ കെമിക്കലിൻ്റെ എഫക്ട്സ് ആയിരിക്കും. എൻ്റെ ഹെയർ ഭയങ്കര തിൻ ഹെയറാണ്, ഫൈൻ ഹെയറാണ്. ബട്ട് ഒരു നോർമൽ തിക്നെസ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കംപ്ലീറ്റ്ലി ടോട്ടലി ഡിസാസ്റ്റർ ആയിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അതിനുശേഷം ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യരുത് എന്നായിരുന്നു ഞാൻ ശപഥമെടുത്തിരുന്നത്. ലൈക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും കെമിക്കൽ അത് തന്നെ ആയിരിക്കുമല്ലോ, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കുമല്ലോ ഹെയറിൽ ചെയ്യുന്നത്. അപ്പം സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ് ഏതാണ്ട് എല്ലാം സെയിം ആണ്. ബട്ട് ഐ തിങ്ക് കെരാറ്റിൻ എന്ന് പറയുന്ന സംഭവം ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. സ്മൂത്തനിങ്ങിൻ്റെ അത്ര കെമിക്കൽസ് ഇല്ല, ഒരു നാച്ചുറൽ ഫീൽ ആണെന്നാണ് പറയുന്നത് ഈ ഒരു ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. ഈ ബോട്ടോക്സ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഇപ്പം ഷോർട്സ് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സ് കണ്ടവർക്കറിയാം. അതിൽ എനിക്ക് ട്രെയിനർ ഒരാളുണ്ട്, പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് എന്താണ് ആക്ച്വലി ഈ ട്രീറ്റ്മെൻറ്റ് കാര്യം എന്നൊക്കെ. സോ ഇത് ആക്ച്വലി ഡാമേജ് ആയ ഹെയറിനെ റിപ്പയർ ചെയ്യാനും കുറച്ചുകൂടി നമുക്ക് ഫുൾനെസ്സും തിക്നെസ്സും ഒക്കെ തോന്നിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് പോലെയൊക്കെ തന്നെയാണ്, നാച്ചുറൽ ഇത് തന്നെയാണ്. ആൻഡ് കെമിക്കൽസ് ഒന്നും ഇല്ല എന്നുള്ളതിലാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് കേട്ടോ. പക്ഷേ എനിക്കറിയത്തില്ല, ഒരു 6 months അല്ലെങ്കിൽ പോട്ടെ, 1 month എങ്കിലും കഴിയട്ടെ, ഇപ്പോഴേ നമുക്ക് എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. 1 to 6 months ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഷെയർ ചെയ്യാം കേട്ടോ. സോ ഇപ്പം ഒരു ദിവസം ആയതേ ഉള്ളൂ. സോ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ്, ഇതാണ് ഫൈനൽ ഒരു ഇത്. പിന്നെ ഈ ഒരു ചപ്പിയ അവസ്ഥ ഒരു കുറച്ച് ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും അത് ചേഞ്ച് ആവും എന്നാണ് അവർ പറഞ്ഞത്. സ്മൂത്തനിങ് ചെയ്ത സമയത്തും അങ്ങനെയായിരുന്നു. ഒരു 1 week കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു നോർമലൈസ്ഡ് ഫീൽ കിട്ടും. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കളറിങ്ങും റീസെൻ്റ്ലി ആണല്ലോ ചെയ്തത്. സോ കളറിങ്, എൻ്റെ കളർ ഇച്ചിരി കൂടി എന്താ പറയുക, ലൈറ്റ് ഷെയ്ഡായിരുന്നല്ലോ, വലിയ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള കളറല്ലായിരുന്നു. സോ അത് ലൈക്ക് ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടി കളർ ലിഫ്റ്റൻഡായി. സോ അതെനിക്ക് പോസിറ്റീവ് ഫീലായിട്ട് തോന്നി. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയത്തില്ല. കുറച്ചുകൂടി കളർ ഇപ്പോൾ ലിഫ്റ്റൻഡായി, കുറച്ചുകൂടി വിസിബിളാണ്. ഓക്കെ. സോ പിന്നെ ഇതിന് എനിക്കിപ്പോൾ ആഫ്റ്റർ കെയർ
എനിക്കിപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഷാംപൂ മാസ്ക് ഒക്കെ അവർ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഞാൻ ഒന്നും മേടിച്ചൊന്നുമില്ല. എൻ്റെ അടുത്ത് അവിടെ അവിടുത്തെ പുള്ളി പറഞ്ഞത് കെമിക്കൽസ് ഇല്ലാത്ത ഷാംപൂ ട്രൈ ചെയ്യാനാണ്. അപ്പം ഞാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ പ്രോഡക്ട്സിൻ്റെ കാര്യം ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. ഒരു വീഡിയോ ആണെങ്കിൽ അതിന് നമുക്ക് വ്ലോഗ് ചെയ്യാം. ഞാനും ഈ പറഞ്ഞ സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മേക്കപ്പ് ആണെങ്കിലും ഹെയർ പ്രോഡക്ട്സ് ആണെങ്കിലും എല്ലാം വളരെ മിനിമലിസ്റ്റിക് പ്രോഡക്ട്സ് ആണ്. ആൻഡ് എല്ലാം നാച്ചുറൽ ഓർഗാനിക് പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ സ്മൂത്തനിങ്ങിന് ശേഷമാണ് ഞാൻ കൂടുതലും ഹെയർ പ്രോഡക്ട്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഷാമ്പൂ കാര്യങ്ങളൊക്കെ മാറ്റി നാച്ചുറൽ ഇതിലോട്ടൊക്കെ. അതിന് മുമ്പ് ഐ തിങ്ക് ഡവ്, പാൻറ്റീൻ ഇതൊക്കെ ആയിരുന്നു. ഇതെല്ലാം നല്ല കെമിക്കൽ സാധനങ്ങളാണ്. സോ എൻ്റെ അടുത്ത് ഇവിടെ പാർലറിലെ പുള്ളിയും പറഞ്ഞത് കഴിവതും ബേബി ഷാമ്പൂസ് പോലത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാനാണ്. സോ അതാകുമ്പോഴത്തേക്കും അത്രയും കെമിക്കൽസ് അതിൽ കാണത്തില്ലല്ലോ. സോ ഞാൻ ഇപ്പം ബേബി ഷാമ്പൂ അല്ല, ഞാൻ അല്ലാണ്ടുള്ള നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ പ്രോഡക്ട്സാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാൻ വേറെ വ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. ഹെയറിൻ്റെ വ്ലോഗ് ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ. വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, എനിക്ക് നമുക്കത് സെപ്പറേറ്റ് വ്ലോഗായിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ ആ പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സോ അത്രയേ ഉള്ളൂ. പിന്നെ 48 hours ഭയങ്കര കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് അധികം വെയിൽ കൊള്ളാൻ പാടില്ല. അത് 48 hours അല്ല കേട്ടോ, അത് കണ്ടിന്യൂസ്ലി ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് പുറത്തൊക്കെ പോവുകയാണെങ്കിൽ സൺ എക്സ്പോസർ ലൈക്ക് വളരെ റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഒട്ടും സൺ എക്സ്പോസ്ഡ് ആക്കരുത് ഹെയർ എന്നുള്ള രീതിയിലാണ് എനിക്ക് പറഞ്ഞത് കേട്ടോ. സോ ലൈക്ക് ഒരു സ്കാർഫ് കൊണ്ട് കവർ ചെയ്യോ അല്ലെങ്കിൽ സെറം അപ്ലൈ ചെയ്തിട്ട് പോകണം. സോ ദാറ്റ് നമ്മുടെ ഹെയർ ഒന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. സൺ എക്സ്പോഷർ ഒട്ടും പാടില്ല എന്നാണ് ഇത് പറഞ്ഞത്. സോ പിന്നെ 48 hours ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ലൈക്ക് ഒരു ഹെയർ വാഷോ അല്ലെങ്കിൽ ഒട്ടും ഹെയറിൽ ഒന്നും ചെയ്യാൻ പാടില്ല, കോംബ് ചെയ്യരുത്, ടൈ ചെയ്ത് വയ്ക്കരുത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. അത് ആക്ച്വലി സ്മൂത്തനിങ് ചെയ്ത സമയത്തും 2 days അതൊരു പ്രശ്നമായിരുന്നു. പക്ഷേ സ്മൂത്തനിങ്ങിൻ്റെയും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്തനിങ് നമ്മളിതുപോലെ എല്ലാം ഒരു 4 to 5 hours പ്രോസസ്സാണ്. ആൻഡ് സ്റ്റെപ്സൊക്കെ ഏതാണ്ട് സെയിം ആണ്. ചെറിയ ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മൂത്തനിങ്ങിൽ നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അത് വാഷ് ഓഫ് ചെയ്തതിന് ശേഷമാണ് അയണിങ് ആൻഡ് ബാക്കി പ്രോസസ്സ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ കെരാറ്റിനിലെ ഡിഫറൻസസ് അവർ ഈ ക്രീം ലൈക്ക് 1 hour ഇട്ടതങ്ങ് സെറ്റിലായതിനു ശേഷം വാഷ് ഓഫ് ചെയ്യത്തില്ല. പകരം കോമ്പ് കൊണ്ട് നമ്മുടെ ഓരോ സ്ട്രാൻഡിലും അപ്ലൈ ചെയ്ത ക്രീം ഇങ്ങനെ അവർ കോമ്പ് കൊണ്ട് തന്നെ ഇങ്ങനെ റിമൂവ് ചെയ്യും, കോമ്പ് ചെയ്ത് തന്നെ. സോ ബാക്കി പ്രോഡക്റ്റ് വിൽ ബി റിമൈനിങ് ഇൻ അവർ ഹെയർ. നമ്മുടെ മുടിയിൽ തന്നെ ബാക്കി പ്രോഡക്ട്സ് കാണുള്ളൂ, കാരണം വാഷ് ഓഫ് ചെയ്ത് കളയുന്നില്ലല്ലോ. സോ എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടിയാണ് അവർ അയണിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒത്തിരി സ്മോക്ക് വരും. അപ്പോൾ എനിക്ക് അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മാസ്ക് വെച്ചിട്ടായിരുന്നത്. ഷോർട്സ് വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും, അതിൽ ഞാൻ ഇരുന്നത് കണ്ടല്ലോ അയൺ ചെയ്യുന്ന സമയത്ത്. സോ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പിടിച്ച് ഒക്കെ അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പെയിനൊക്കെ തോന്നിയിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ഒരു 10 minute റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അവർ ഹെയർ വാഷൊക്കെ ചെയ്യുന്നത്. ദെൻ അവരൊരു മാസ്കും കാര്യമൊക്കെ ഇട്ട് തന്ന് ആണ് ബാക്കി പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. സോ അപ്പോൾ അത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. ലൈക്ക് കെരാറ്റിൻ ചെയ്തതിൻ്റെ പ്രോസസ്സിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും ആ ഷോർട്സിലൂടെ കണ്ടു. പിന്നെ ഈ വ്ളോഗിലും ഞാൻ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത്രയൊക്കെയുള്ളൂ. പിന്നെ നമ്മൾ കെയർ ചെയ്യുന്നത് പോലെ ഇരിക്കും എന്നുള്ളതിനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമ്മൾ മാക്സിമം അധികം കെമിക്കൽ അല്ലാത്ത പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഹെയർ പിന്നെ എൻ്റെ അടുത്തൊരു വീക്ക്ലി വൺസ് ഷാംപൂ വാഷ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ദെൻ അല്ലാണ്ട് വൺസ് നോർമൽ ഹെയർ വാഷ്, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. സോ അങ്ങനെയൊക്കെ നമ്മൾ വലിയ കെമിക്കൽസ് ഇല്ലാത്ത പ്രോഡക്റ്റ് പിന്നെ പ്രോപ്പറായിട്ട് ഹെയർ വാഷ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ 1 year ഇത് ലൈക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത് കേട്ടോ. സോ നമുക്ക് എന്തായാലും നോക്കാം, ഡിസാസ്റ്റർ ആവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, മേ ബി വീണ്ടും ഇനി ചോപ്പ് ഓഫ് ചെയ്യേണ്ടി വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് കമൻറ്റിലൊക്കെ, എന്തുകൊണ്ട് മുടി വളർത്തുന്നില്ല, മുടി കട്ട് ചെയ്തതിന് ശേഷം വളർത്തുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അതിൻ്റെ റീസൺ ഈസ് ഈ പറഞ്ഞ പോലെ എനിക്ക് സ്മൂത്തനിങ് ചെയ്ത് ഫുള്ളി ഡാമേജ് ആയതുകൊണ്ടാണ് ഞാൻ ബോബ് ചെയ്തു. അതും SK ടോക്സ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ലൈക്ക് ഫസ്റ്റ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആദ്യത്തെ ഒരു 3-4 episodes കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ എൻ്റെ ഹെയർ ഇത്രയേ ഉള്ളൂ, ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഈ ഒരു ടെക്സ്ചർ തന്നെയായിരുന്നു. ബിക്കോസ് ആ സ്മൂത്തൻ്റെ ഹെയറിനെയാണ് ഞാൻ ചോപ്പ് ചെയ്ത് ഇതുവരെ ആക്കിയത്. സോ ടീനേജർ അപാരത വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ എൻ്റെ കുറച്ച് നാളത്തെ ഹെയർ അങ്ങനെയായിരുന്നു. ദെൻ എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ആ ചോപ്പ് ഓഫ് ചെയ്ത് തന്നെ ഈ ഒരു എഫക്റ്റ് മാറി പഴയ നാച്ചുറൽ ഹെയറിലോട്ട് വന്നാലേ എനിക്ക് ബാക്കി അതിൻ്റെ പ്രശ്നങ്ങൾ ഡാമേജസ് തീർക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു. ബട്ട് ഐ വാസ് റോങ്. ബിക്കോസ് സ്മൂത്തൻ്റെ ഹെയർ നമ്മൾ ചോപ്പ് ചെയ്ത് ഇവിടം വരെ ആക്കിയിട്ട് കാര്യമില്ല. ബിക്കോസ് ഇവിടെ എല്ലാം ആ സ്മൂത്തൻ്റെതാണല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മുടെ നോർമൽ ഹെയറിലോട്ട് വന്നാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഇത് കിട്ടത്തുള്ളൂ. സോ അങ്ങനെ ഞാൻ ഇതുവരെ ചോപ്പ് ചെയ്ത ഹെയറിനെ വീണ്ടും കുറച്ചുകൂടി ഒന്ന് ഇതായതിനു ശേഷം ലെയർ കട്ട് ചെയ്തു. അപ്പോൾ ലെയർ കട്ട് ഒരു ഐ തിങ്ക് ഒരു 3 to 4 times ഞാൻ ചെയ്തു. കണ്ടിന്യൂസ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ വളർന്ന് വരുമ്പോൾ വീണ്ടും അങ്ങനെ കട്ട് ചെയ്തു. സോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്നലെ വരെയുള്ള എൻ്റെ ഹെയർ ആ ഒരു ടെക്സ്ചർ അതിലോട്ട് ഞാൻ കൊണ്ടെത്തിച്ചത്, എൻ്റെ നോർമൽ ഹെയറിലോട്ട്. സോ പിന്നീട് ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യത്തില്ല. എപ്പോഴെങ്കിലും പറ്റുമ്പോൾ ഓക്കെ കളറിങ് ചെറുതായിട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സോ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊരു കൊളാബ് ഷൂട്ട് ആയതുകൊണ്ടും അങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ടുമാണ് പിന്നെ ശരിക്കും ട്രൈ ചെയ്യാൻ കരുതുക കേട്ടോ. സോ എനിവേസ് ഇതൊരു സോ ഫാർ
ഇറ്റ്സ് ഓക്കെ ഗുഡ്. ബാക്കി ഇനി എങ്ങനെയാണ് എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ നോക്കാം, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പ് യു ആൾ ലൈക്ക് ദിസ് വീഡിയോ. ഞാൻ ആക്ച്വലി ഇന്നലെ എനിക്ക് കൺക്ലൂഷൻ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇന്ന് എനിക്ക് പറഞ്ഞത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ലൈക്ക് ഈ ഒരു ആഫ്റ്റർ കെയർ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നേ ഉള്ള എൻ്റെ എക്സ്പീരിയൻസും. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ നൈറ്റായി. കാരണം ഇന്നലെ ഞാനൊരു ഉച്ചയ്ക്കാണ് പാർലറിൽ പോയത്. എനിക്ക് മോർണിംഗ് കോൾ വന്ന് ഉച്ചയ്ക്കാണ് ഷൂട്ടിന് പോയത്. സോ ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ നൈറ്റായി. സോ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം എന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായെങ്കിൽ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഈ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ കട്ട്സ് ആൻഡ് കേൾസിൻ്റെ ഇൻസ്റ്റാ പേജും അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ചെക്കൗട്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോയിട്ട് ഈ പറയുന്നത് നമ്മുടെ വ്ളോഗ് കണ്ടിട്ട് വരുന്നവർക്കൊക്കെ സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ. സോ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് യാ, അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. നമുക്ക് ഇനിയും ഇതുപോലുള്ള പല കണ്ടൻസുമായിട്ട് വീണ്ടും കാണാം. സോ ടിൽ ദെൻ ബൈ.